ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ്സാണ്. ഓക്കെ, എൻ്റെ മക്കളെ എല്ലാവരും നിങ്ങൾ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും അധികം ചോദിക്കുന്ന ചോദ്യങ്ങൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ പെർസെൻറ്റേജ് റിലേറ്റ് ചെയ്തിട്ട് ഹൗ മച്ച് ഓഫ് 100 100ൽ എത്ര എന്നുള്ള ചാപ്റ്ററിൽ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിലുള്ള ചോദ്യമാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് റിലേറ്റ് ചെയ്ത് ഏത് ഭാഗത്തുനിന്ന് വന്നാലും നിങ്ങളെ റെഡി ആയിട്ട് ചെയ്യാൻ വേണ്ടി സെറ്റ് ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പം നമ്മളെ ബോർഡിൽ കാണുന്ന ചോദ്യം. എന്താണ് ചോദ്യം എന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ. ദർ ആർ 480 വെഹിക്കിൾസ്. അപ്പം 480 വാഹനങ്ങളുണ്ട് ഒരു പാർക്കിങ്ങിൽ. 480 ടോട്ടൽ നമ്പർ ആണ് അവിടെ 480 എന്ന് കൊടുത്തത്. Okay, of these 45% of motorbikes and 40% are cars. അപ്പോൾ അവിടെ പറഞ്ഞ 45% മോട്ടോർ ബൈക്സും അതേപോലെ 40% കാറുകളുമാണുള്ളത്. And the rest are mini buses. ബാക്കിയുള്ളവ മിനി ബസ്സുകളാണെങ്കിൽ how many mini buses are there എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് മലയാളം ക്വസ്റ്റ്യൻ ആയിരിക്കും ഇപ്പം നിങ്ങൾ ബോർഡിൽ കാണുന്നുണ്ടാവുക. ഒരു വണ്ടി താവളത്തിൽ ആകെ ടോട്ടൽ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ടോട്ടൽ 480. എത്രയാണെടാ? 480 വാഹനങ്ങളുണ്ട്. അതിൽ 45% മോട്ടോർ സൈക്കിളും 40% കാറുകളുമാണെങ്കിൽ ബാക്കിയുള്ളവ മിനി ബസ്സസ് ആണ്. അവ എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ എഴുതുന്നത് ടോട്ടൽ ആണ് കേട്ടോ. നമുക്കിപ്പോൾ തന്നത് എത്രയാണ് കേട്ടോ? ടോട്ടൽ 480 വെഹിക്കിൾസ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ പെർസെൻറ്റേജ് പറയുമ്പം അല്ലേ, ഏത് രീതിയിൽ പെർസെൻറ്റേജ് പറയുകയാണെങ്കിലും ഔട്ട് ഓഫ് 100ലാണ് പറയുക ടോട്ടൽ. എല്ലാ പെർസെൻറ്റേജും എത്രയിൽ പറയും നമ്മൾ? 100%. അതിൽ നമുക്കിപ്പോൾ തന്നത് ആരുടെയൊക്കെ പെർസെൻറ്റേജ് ആണ്? യെസ്, 45% മോട്ടോർ സൈക്കിൾ. ഓക്കെ, സൈക്കിളാണേ. മോട്ടോർ സൈക്കിൾ 45%. 40% ആണ് കാറിൻ്റെത് വന്നത് ഇല്ലേ. ബാക്കിയുള്ളത് നമുക്കറിയില്ല, ബാക്കിയുള്ളത് എത്രയാണെന്നുള്ളത് അല്ലേ. ബാക്കിയുള്ളവയാണ് മിനി ബസ്സുകൾ. അപ്പം ഈ 3 എണ്ണവും കൂടെ കൂടിയതാണ് 100% ആയിട്ട് അവിടെ പാർക്കിങ്ങിൽ നിൽക്കുന്ന എല്ലാ വാഹനങ്ങളും. ശരിയല്ലേടാ? ഈ 3 കൂടെ ചേർന്നതായിരിക്കണം ആര്? 100 എന്ന് പറയുന്നത്. അപ്പം നോക്കിക്കേ, ഇവിടെ 40%ഉം 45%ഉം ഓൾറെഡി തന്നിട്ടുണ്ട്. ബാക്കി 100% ആവാൻ എത്ര കൂടെ വേണം എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി ഇല്ലേ. 45ഉം 40യും കൂടെ കഴിഞ്ഞിട്ട് ബാക്കി 100ലേക്ക് എത്ര കൂടെ വേണം? എത്ര പെർസെൻറ്റേജും കൂടെ വേണം? നിങ്ങളൊന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് എത്ര കിട്ടും? യെസ്, 15% അല്ലേ. 15% എന്ന് കിട്ടിയിട്ടുണ്ടാവണം. 15% എന്ന് കിട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ 15% ആണ് അവിടെ ബസ്സുകളുടെ എണ്ണം വരേണ്ടത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? 480 ടോട്ടലിൻ്റെ 15% കണ്ടുപിടിച്ചാൽ നമുക്ക് മിനി ബസ്സുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ ടോട്ടലിൻ്റെ എത്ര വേണം? 15%. എങ്ങനെയാണ് നമ്മൾ 15% കണ്ടുപിടിക്കുക? യെസ്, 15/100 മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഇവിടെ എന്തായിട്ട് മാറും? 0 ക്യാൻസൽ ചെയ്തു. 48 × 15 ഡിവൈഡഡ് ബൈ 10. ഒരു 10 ഇവിടെ ബാക്കിയുള്ളത് മറന്നു പോകരുത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? 48നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 720 എന്ന് കിട്ടും അല്ലേ. 720നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 72 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കണം ഇല്ലേടാ? 72. അപ്പോൾ 72 മിനി ബസ്സുകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ അവിടെ പെർസെൻറ്റേജ് കൊടുക്കാത്ത സമയത്ത് നിങ്ങൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. സോ എൻ്റെ മക്കളെ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ചുകൂടെ ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഇപ്പോൾ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചോദ്യം ഒന്ന് വായിച്ച് നോക്കാം. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പം മലയാളം ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് ഒന്നുകൂടെ മലയാളത്തിൽ പറഞ്ഞുതരാമെന്ന് പറയുന്നത്. 32 ടീച്ചേഴ്സിലെ 32 ടീച്ചേഴ്സ് ഓഫ് എ സ്കൂൾ ആർ മെയിൽ ആൻഡ് ദേ ഫോം എത്രയാണ്? 40% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ്. ഓക്കെ, ദെൻ ഹൗ മെനി ടീച്ചേഴ്സ് ആർ ദർ ഇൻ ദാറ്റ് ഓഫ് സ്കൂൾ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് എത്രയാണെന്ന് തന്നിട്ടില്ല. അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ നമ്പർ അല്ലേ, ആകെ ടീച്ചേഴ്സിൻ്റെ 40% അവിടുത്തെ പുരുഷന്മാരായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ എണ്ണം. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 32 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നത് ആകെ എന്താണ്? പുരുഷന്മാരായിട്ടുള്ള അല്ലെ മെയിൽ ടീച്ചേഴ്സിൻ്റെ എണ്ണമാണ് 32. അത് എത്ര പെർസെൻറ്റേജ് ഉണ്ടടാ? 40% അല്ലെ. 40% ഉണ്ട്. ആരുടെ 40%? ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സിൻ്റെ 40%. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ എത്രയാണ് അല്ലേ? അവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ ആകെ എണ്ണം എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ, സീ യു.